പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ജനഗണമന എന്ന ചിത്രത്തിൽ അനുഗ്രഹീത നടൻ ശ്രീ പൃഥ്വിരാജ് അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗുകളാണ് നമ്മൾ കേട്ടത്. വാസ്തവത്തിൽ ഇത് ആ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള സംഭാഷണമാണെങ്കിലും അത് അവതരിപ്പിച്ചത് പൃഥ്വിരാജ് എന്ന കഴിവുറ്റ നടനാണെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് അതിനൊരു മാനമുണ്ട്. അതായത് ഇന്ത്യയിലെ ജനകോടികൾ, ചിന്താശേഷിയുള്ള ജനകോടികൾ ചോദിക്കുന്ന, സദാ നിശബ്ദമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ശ്രീ പൃഥ്വിരാജ് അതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാം. അതിൻ്റെ തുടർച്ചയായി വേണം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് കീഴിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവാദ ചിത്രം എമ്പുരാനെ കൂടി വിലയിരുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം തന്നെ കണ്ട ഏറ്റവും വലിയൊരു വംശഹത്യയെക്കുറിച്ചുള്ള പരാമർശം എമ്പുരാൻ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ചിത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അതേ സമയത്ത് അത് ഒരു നിശ്ചിത ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്നു എന്നാണ് വാദം കേൾക്കുന്നത്. പക്ഷേ അതേ ചിത്രത്തിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏതാണ്ട് അധികാരത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ആ ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് കേരളത്തിലെ ഇടതുപക്ഷവും മറ്റ് ഇന്ത്യയിൽ ഇതുവരെ അധികാരത്തിലിരുന്നവരും ഇപ്പോൾ ഇരിക്കുന്നവരുമായ പ്രബല രാഷ്ട്രീയക്കാരെയെല്ലാം സ്പർശിക്കുന്നതാണ് അതിലെ വിമർശനങ്ങൾ എന്ന് കാണുന്നു. എന്നിരുന്നാലും രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് സമീപകാലത്ത് 3 ചലച്ചിത്രങ്ങൾ കേരള സ്റ്റോറി, ഛാവ, കാശ്മീർ ഫയൽസ് തുടങ്ങിയ തികച്ചും പ്രകോപനപരമായ പ്രോപ്പഗണ്ട ചിത്രങ്ങൾ ഒരു പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ളത്, ചരിത്രത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ളത് റിലീസ് ചെയ്തപ്പോൾ ജനങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുകയുണ്ടായി, പ്രതിഷേധം പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന് ആ ചിത്രത്തിൻ്റെ പിന്നിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കൂട്ടർ പറഞ്ഞത്, അവർ രാജ്യത്തിൻ്റെ ഭരണത്തിൽ അധികാരത്തിൽ തുടരുന്നവരുമാണ്, പറഞ്ഞത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇതൊരു സിനിമ മാത്രമാണ്, ഇതിനുള്ള എല്ലാ പിന്തുണകളും നമ്മൾ നൽകുന്നു, നികുതിയിളവ് നൽകുന്നു, കൂടാതെ പാർലമെന്റിൽ വരെ അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുകയാണ് ഉണ്ടായത്. അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ് എമ്പുരാനെതിരെ വാളോങ്ങി നിൽക്കുന്നത്. കാരണം അതിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളവർ അസാമാന്യമായ ധൈര്യശാലികളാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം രാഷ്ട്രം അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഒരു കവിതയിലോ ഒരു സാഹിത്യകൃതിയിലോ ഉൾപ്പെടുത്തുന്നത് പോലെയല്ല ഇത്രയും വിപുലമായ മാസ് അപ്പീലുള്ള സിനിമയിൽ ഉൾപ്പെടുത്തുന്നത്. സാഹിത്യകൃതിയിൽ രചിച്ച ശേഷം കർത്താവിന് വേണമെങ്കിൽ ഒളിവിൽ പോകാം, അപകടകരമായ കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ. കവിതയിലും അത് തന്നെയാണ് അവസ്ഥ. അത് സർക്കാരുകളോ സമൂഹങ്ങളോ ബാൻ ചെയ്യുകയോ നിരോധിക്കുകയോ ചെയ്തേക്കാം. അതേസമയത്ത് കോടിക്കണക്കിന് വിപുലമായ സാമ്പത്തിക ചിലവുള്ള ഒരു സിനിമയിൽ ഇത്തരം ഗവൺമെന്റിന് രസിക്കാത്ത, അധികാര കേന്ദ്രങ്ങൾക്ക് പിടിക്കാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതിന് അപാരമായ ധൈര്യം മാത്രം പോരാ, രണ്ടും കൽപ്പിച്ചിട്ടുള്ള നിലപാട് കൂടി വേണം. അവിടെയാണ് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ വ്യത്യാസപ്പെടുന്നത്. കാരണം ഏതൊരു സംഘപരിവാർ പ്രവർത്തകനും ധ്വജപ്രണാമം ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രബല നടൻ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം അവർക്ക് ഹിതകരമല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ അദ്ദേഹം കേട്ട തെറിക്ക് കണക്കില്ല. അത് അദ്ദേഹം മനസ്സിലാക്കി ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് മുരളി ഗോപിയുടെ പശ്ചാത്തലമായാലും ശ്രീ പൃഥ്വിരാജിൻ്റേതായാലും ഇതിന് സാമ്പത്തിക സ്രോതസ്സായ ഗോകുലം ഗോപാലൻ്റേതായാലും ആരും തന്നെ സംഘ് പരിവാറിനെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല ഇത് ചെയ്യുന്നത്. രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന രാഷ്ട്രീയ രംഗത്തെ അപഭ്രംശങ്ങളെക്കുറിച്ചാണ് അവർ വാസ്തവത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം സൂക്ഷ്മ നിരീക്ഷണത്തിൽ. കാരണം അവർക്കൊരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പാർട്ടിയായാലും രാജ്യത്തിനും ദേശത്തിനും ദേശവാസികൾക്കും ദ്രോഹകരമായ പ്രവർത്തനം ചെയ്യുന്നതിനെയാണ് അവർ വിമർശന വിധേയമാക്കുന്നത് കഥയിലൂടെ. അത് ഭംഗിയായി അവർ നിർവഹിച്ചിട്ടുമുണ്ട്. അതിനെതിരെ അതിന് അപ്രൂവ് ചെയ്ത ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ സെൻസർ ബോർഡ് എന്നൊരു പ്രസ്ഥാനമുണ്ട്. കാരണം പൊതുജനത്തിൻ്റെ പ്രദർശനത്തിന് നൽകുന്ന എല്ലാറ്റിനെയും സെൻസർഷിപ്പിലൂടെയാണ് അത് കടന്നു വരുന്നത്. ഈ ചിത്രവും സെൻസർഷിപ്പ് കഴിഞ്ഞതാണ്. നിസ്സാരമായ ചില ഭേദഗതികളോ തിരുത്തലുകളോ ഉണ്ടായിട്ടുമുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ റിലീസായി അഭൂതപൂർവമായ വിജയം കൈവരിച്ചത് ഇതിലെ പൊളിറ്റിക്കൽ കണ്ടന്റിൻ്റെ പേരിലാണെന്നുള്ളൊരു ധാരണയിലായിരിക്കാം. എന്തുകൊണ്ടോ ചില കേന്ദ്രങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ഇതിലെ വസ്തുതകൾ, ഇതിലെ സത്യസന്ധമായ രാജ്യത്തുണ്ടായ ഒരു ഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രീകരണം ഉണ്ടത്രേ. അതിൻ്റെ പേരിൽ ഈ ചിത്രത്തിന് വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കണമെന്നും ഒരഭിപ്രായം കേട്ടു. അത് പതിവില്ലാത്തതാണ്, കീഴ്വഴക്കമില്ലാത്തതാണെന്ന് കേൾക്കുന്നു. എങ്കിലും അതിനെക്കുറിച്ചൊന്നും നമുക്ക് വിമർശിക്കാൻ അവകാശമില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ സെൻസർ നിയമങ്ങൾ പാലിക്കാൻ അവിടെ അതിനു കീഴിലുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ ചിത്രം വീണ്ടും ഇനി പലതവണ സെൻസർഷിപ്പ് ചെയ്താലും ജനങ്ങൾക്ക് അതിലൊന്നും ചോദിക്കാനാവില്ല. പക്ഷേ ഇതേ നയം, ഇതേ മാനദണ്ഡം ഇതിനു മുമ്പുണ്ടായ ആവിഷ്കാരങ്ങളുടെ കാര്യത്തിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. കാരണം അതില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുകയാണ്. ഇവിടെ കേരള സ്റ്റോറിയും എമ്പുരാനും തമ്മിലുള്ള പ്രകടമായൊരു വ്യത്യാസം, കേരള സ്റ്റോറി അതിലെ വിഷയം, സബ്ജക്റ്റ്, പ്രമേയം പച്ച നുണയാണെന്ന് തെളിവുകൾ സഹിതം സമർത്ഥിച്ചിട്ടും അതിൻ്റെ നിർമ്മാതാക്കളോ അതിൻ്റെ പ്രൊമോട്ടർമാരോ അത് അംഗീകരിച്ചില്ല. അതേസമയത്ത് എമ്പുരാനിൽ കാണിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം തികച്ചും വാർത്തകളിൽ ഇപ്പോഴും അന്വേഷിച്ചാൽ ഡൊമൈനുകളിൽ ഗൂഗിളിലോ മറ്റേതോ അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഓർമ്മകളിൽ വളരെ 2002 ശേഷം ജനിച്ചവർക്ക് ഒരു പക്ഷേ ഓർമ്മയില്ലായിരിക്കാം. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്നവർക്ക് എല്ലാവരുടെയും ഓർമ്മയിൽ വളരെയധികം സംഘർഷഭരിതമായ ഒരു ഓർമ്മയായി അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതിനെക്കുറിച്ചാണ് എമ്പുരാൻ്റെ പരാമർശമെങ്കിൽ കേരള സ്റ്റോറിയും ചാവയും കാശ്മീർ ഫയൽസും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നടത്തുന്നതാണ്. എന്നിട്ടും അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കാമെങ്കിൽ എമ്പുരാൻ പോലെയുള്ള ഒരു ചിത്രത്തെ ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ഇരട്ടത്താപ്പായി ഏതെങ്കിലും നിഷ്പക്ഷമതികൾക്ക് തോന്നിയാൽ കുറ്റപ്പെടുത്താനാവില്ല. രാഷ്ട്രീയമോ രാജ്യത്തെ അപകടകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ചിലരതിനെ മതത്തിൻ്റെ നിറം നൽകി മതങ്ങളെ വിമർശിക്കും. മറ്റു ചിലർ രാഷ്ട്രീയ നിറം നൽകി രാഷ്ട്രീയമായ പോരായ്മയാണെന്ന് പറയും. വാസ്തവത്തിൽ ഇത് രണ്ടുമല്ല. രാഷ്ട്രീയവും മതവും നിലനിൽക്കുന്ന എത്രയോ സമൂഹങ്ങളും രാജ്യങ്ങളുമുണ്ട്. അവിടെയെല്ലാം വംശഹത്യയോ വെട്ടും കുത്തും കലാപങ്ങളും കൊലപാതകങ്ങളും നടക്കുകയാണെന്ന് ഇല്ലല്ലോ. മതമുള്ള രാജ്യങ്ങളുണ്ട്, രാഷ്ട്രീയമുള്ള രാജ്യങ്ങളുമുണ്ട്. ഇവിടെ നടക്കുന്നത്, ഇന്ന് രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ദുരവസ്ഥ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ അപഭ്രംശമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവയിൽ നിന്നുള്ള വ്യതിചലനമാണത്. പേര് മതത്തിന്, പ്രവൃത്തി അതിന് നിരക്കാത്തതും, പേര് രാഷ്ട്രീയത്തിന്, പ്രവൃത്തി ആ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് യോജിക്കാത്തത്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിനെ രാഷ്ട്രീയമായി പറയുന്നത് രാഷ്ട്രീയത്തിന് മോശമാണ്, മതപരമായി കാണുന്നത് മതത്തിനും അതിൻ്റെ മഹത്തരമായ മൂല്യബോധങ്ങൾക്കും എതിരാണ്. കാരണം മതങ്ങൾ
പ്രത്യേക രീതിയിലുള്ള മൂല്യവ്യവസ്ഥകളാണ്. അത് കേവല വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ആണെന്ന് തെറ്റിദ്ധരിച്ച മതം മാന്യമായ ചില മൂല്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കപ്പെടുന്നത് എന്ന് കാണാം. ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയം എന്നത് മനുഷ്യർ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ്. നമുക്ക് മതത്തിൻ്റെ പേരിൽ നമ്മൾ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ, തിന്മകൾ മതത്തിൻ്റേതാണെന്നോ രാഷ്ട്രീയത്തിൻ്റേതാണെന്നോ എന്ന് സമർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ മതത്തെയും രാഷ്ട്രീയത്തെയും തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് തികച്ചും ബുദ്ധിശൂന്യതയാണ്. കാരണം മതമോ രാഷ്ട്രീയമോ മറ്റ് നിയന്ത്രിത രീതികളോ ഇല്ലാത്ത ഒരു സമൂഹം അരാജകത്വത്തിലേക്ക് വഴുതി വീഴും. നമുക്കതിനും ഉദാഹരണങ്ങൾ ഈ ഭൂമുഖത്ത് തന്നെയുണ്ട്, ഈ കാലഘട്ടത്തിൽ തന്നെയുണ്ട്. കാരണം മതങ്ങളും രാഷ്ട്രീയങ്ങളും മനുഷ്യനെ കുറച്ചൊന്നുമല്ല സ്വാധീനിക്കുകയും നിയന്ത്രണത്തിനു കീഴിൽ നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് കാണാം. അതുകൊണ്ട് നമ്മൾ ഗുജറാത്തിലെ വംശഹത്യ അത് ഒരു മതസത്തിൻ്റെ സംഭാവനയാണെന്ന് പറയുമ്പോൾ ആ മതത്തെ നമ്മൾ തിരസ്കരിക്കേണ്ടി വരും, വെറുക്കേണ്ടി വരും. പക്ഷെ അത് യുക്തിരാഹിത്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പടി നമ്മൾ രാഷ്ട്രീയത്തെയാണ് അതിനെ പേരിൽ കുറ്റപ്പെടുത്തുക. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണ്ടെന്നാണോ? രാഷ്ട്രീയം എന്നാൽ വംശഹത്യ എന്നാണോ? കൊലപാതകം എന്നാണോ? ക്രൂരതകൾ എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ പിന്നെ മനുഷ്യത്വത്തിൻ്റെ വൃത്തികേടുകൾ, മനുഷ്യത്തിൻ്റെ ദുഷിച്ച വശങ്ങളാണ് ഇവിടെ പ്രകടമാവുന്നത്. അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചാരരുത്, മതത്തിൻ്റെ പേരിൽ ആരോപിക്കുകയും അരുത്. ഇതാണ് നമുക്ക് ചെറിയ തോതിൽ പറയാനുള്ളത്. ഇവിടെ വീണ്ടും എമ്പുരാൻ എന്ന ചിത്രത്തിലേക്ക് വന്നാൽ, എമ്പുരാൻ എന്ന ചിത്രത്തിന് നിരവധി വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കുന്നു എന്ന് കേട്ടു. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിലൊന്നും ചെയ്യാനില്ല, തീർച്ചയായും നടക്കട്ടെ. പക്ഷേ അതേ സെൻസർഷിപ്പ് നിയമങ്ങൾ ഇവിടെയുള്ള സമൂഹ വിരുദ്ധമായ സത്യത്തിന് നിരക്കാത്ത എല്ലാ ആവിഷ്കാരങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരിക്കണം എന്നുകൂടി പറയുന്നു. ഗുജറാത്തും അവിടെ നടന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തികളുടെ പേരുകൾ ഉയർന്നു വരികയുണ്ടായി, നിരവധി കാര്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി, നിരവധി വ്യക്തിത്വങ്ങൾ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ഉയരുകയുമുണ്ടായി. അവരിപ്പോഴും അവിടെ തുടരുകയാണ്. അതേസമയത്ത് അന്ന് അതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട സഞ്ജീവ് ഭട്ടിനെ പോലുള്ളവർ ഇന്നും കാരാഗ്രഹത്തിൽ തന്നെയാണ്. കാലപുരിക്ക് അയക്കപ്പെട്ടവരും ആ കൂട്ടത്തിലുണ്ട്. ഹിരൺ പാണ്ഡ്യ, ജസ്റ്റിസ് ലോയ തുടങ്ങിയ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ഇതിൻ്റെ ഒന്നും വസ്തുനിഷ്ഠമായ വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല, ആവശ്യവുമില്ല. പക്ഷേ ഇവയെല്ലാം ഉയർത്തുന്ന ഒരു സങ്കോചം, മനസ്സിൽ ഒരു ആശങ്കയുണ്ട് ശരാശരി പൗരൻ്റെ മനസ്സിൽ, സാധാരണക്കാരായ ദുർബലരായ നിസ്സഹായരായ പൗരന്മാരുടെ മനസ്സിൽ. ഈ അവസ്ഥ ഗുണകരമാണോ? ഈ അവസ്ഥ ഗുജറാത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്ന ഉത്കണ്ഠ എല്ലാവരിലുമുണ്ട്. ഈ ഉത്കണ്ഠകളുടെ പ്രതിഫലനമാണ് എമ്പുരാൻ സിനിമയിൽ ഈ മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി, ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ, കൂടാതെ അതിനു പിന്നിൽ പ്രവർത്തിച്ച, അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ച ആയിരക്കണക്കായ കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ വേണം ആ ചിത്രത്തെ കാണാൻ. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് ആ അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ തീരുമാനിച്ചു കൊള്ളട്ടെ. പക്ഷേ പൊതുജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. ഇത് അവരുടെ ഹൃദയത്തിൽ സദാ അസ്വസ്ഥപ്പെടുത്തുന്ന, അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉത്കണ്ഠാകുലരാക്കുന്ന ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഗുജറാത്ത് എന്നതും അതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളും അതിലൂടെ സംജാതമായ ചില അരക്ഷിതാവസ്ഥകളും എല്ലാം തന്നെ രാജ്യത്തെ ഓരോ ചിന്താശേഷിയുള്ള പൗരൻ്റെയും മനസ്സിലെ നിത്യചിന്തകളാണ്. അതിൻ്റെ പ്രകടനം മാത്രമാണ് നമ്മുടെ തുടക്കത്തിൽ ഇത് ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ജനഗണമന എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്ന ഡയലോഗുകളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് കീഴിൽ വന്ന എമ്പുരാൻ എന്ന ചിത്രത്തിലെ പ്രമേയവും എന്ന് കാണാം. ഇത് ഇന്ത്യയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്. ഇന്ത്യയിലെ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളുടെ ശരിയായ മാനസിക അവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ ചിത്രം എന്ന് കരുതുന്നു. എമ്പുരാൻ എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേരിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് പറയുന്നത്, ദിസ് ഈസ് മോർ ദൻ എ കിങ്
ആൻഡ് ലെസ് ദൻ എ ഗോഡ് എന്നാണ്. എന്നാൽ സിനിമ കാണുന്നവർക്ക് തോന്നുന്നത്, പൊതുവായി തോന്നുന്ന അഭിപ്രായം, ദിസ് ഈസ് മോർ ദൻ എ സിനിമ ആൻഡ് ലെസ് ദൻ എ സിനിമാറ്റിക് റെവല്യൂഷൻ എന്നാണ്. എമ്പുരാൻ എന്ന പടം ഒരിക്കലെങ്കിലും കാണുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹസികരായ അതിൻ്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ചവരുടെ സാഹസത്തിന്, അവരുടെ ധൈര്യത്തിന് നൽകുന്ന ഐക്യദാർഢ്യമായി കണക്കാക്കാം. അതുകൊണ്ട് എമ്പുരാൻ എന്ന പടം അതിൻ്റെ തനത് രൂപത്തിൽ നിന്ന് എന്തൊക്കെ വെട്ടിമാറ്റിയാലും ഒരിക്കലെങ്കിലും കാണുക എന്നുള്ളത് അത്യാവശ്യമാണ്.